ആര് വിചാരിച്ചാലും ഇടിച്ചു കളയാൻ കഴിയാത്ത പർവ്വതങ്ങളെ ദൈവത്തിൻ്റെ വചനം ഇടിച്ചു നിരത്തും. ആര് വിചാരിച്ചാലും ഉടച്ചു കളയാൻ കഴിയാത്ത കോട്ടകളെ ദൈവത്തിൻ്റെ വചനമയച്ച് അവൻ തകർക്കും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിതാണ്, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഉരുകാത്ത വലിയ കട്ടകളായി നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം തൻ്റെ വചനമയച്ച് നിങ്ങൾക്ക് വേണ്ടി ഉരുക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറവകളെ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഷാലോം സന്ദേശം ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രവചന മെസ്സേജാണ്. ഇത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ഇടപെടാൻ പോകുന്നു. അതിനുവേണ്ടി തൻ്റെ വചനം അയക്കാൻ പോകുകയാണ്. 147 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത്. അവൻ തൻ്റെ വചനം, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ കമാൻഡ് ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നു. അത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ദൈവത്തിൻ്റെ വചനം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? 147 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ നീർക്കട്ട കഷണം കഷണമായി എറിയുന്നു വലിയ ഐസ് ബ്ലോക്കുകളെ. അവൻ്റെ കുളിർ സഹിച്ചു നിൽക്കാകുന്നവനാർ. അടുത്ത കേട്ടോണം, അവൻ തൻ്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു. വലിയ ഐസ് ബ്ലോക്കുകളെ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വേർഡ് അയച്ച് ആ കട്ടകളെ ഉരുക്കുന്നു. അടുത്തത് കേട്ടോണം, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഹല്ലേലൂയ. അപ്പം വലിയ കട്ടകളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നു, വെള്ളത്തിൻ്റെ കട്ടകളെ. ആ കട്ടകളെ തൻ്റെ വചനമയച്ച് ഉരുക്കുന്നു. ഉരുകി വരുന്ന വെള്ളം അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കാറ്റടിപ്പിച്ച് ആ വെള്ളത്തെ ഒഴുകിക്കൊണ്ടു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആജ്ഞ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഉരുകാത്തതിനെ ദൈവത്തിൻ്റെ വചനം ഉരുക്കും. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്ന രോഗശക്തികളെ ദൈവത്തിൻ്റെ വചനം അയച്ച് ദൈവം ഉരുക്കാൻ പോവുകയാണ്. കാറ്റടിപ്പിച്ച് വെള്ളം ഒഴുക്കുന്നത് പോലെ ദൈവം അതിനെ ഒഴുക്കിക്കളയാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിച്ചോ. നിങ്ങളുടെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവം ഇടിച്ചു നിരത്തും. തൻ്റെ വചനം അയക്കും, തൻ്റെ ആജ്ഞ അയക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്നൊന്ന് വെളിപ്പെടുവാനായി ദൈവം ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നത് കേട്ടോണേ. അതിനുവേണ്ടി ഈ ചിന്തയിലേക്ക് വരണം. ഹല്ലേലൂയ. കാരണം മർക്കോസിന്റെ സുവിശേഷം 4:20 വാക്യം, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തന്നെ അവർ 30, 60, 100 മേനി വിളയുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട കാര്യം നിങ്ങളുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നല്ല നിലമാക്കി ഏൽപ്പിച്ചു കൊടുക്കണം. പലരും പല അഭിപ്രായവും പറഞ്ഞ്, പല അവിശ്വാസവും സംശയം പറഞ്ഞ് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഫീൽഡായിട്ടല്ല നമ്മുടെ ഹൃദയം ഏൽപ്പിക്കേണ്ടത്. നല്ല നിലം പോലെ ആ വചനം എന്തു പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും, അത് മുഴുവൻ ഫലവും ആ വചനത്തിൻ്റെ മുഴുവൻ ഡെലിവറൻസും ആ വചനത്തിലൂടെ എന്നിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിൽ നല്ല നിലമാക്കി ഹൃദയം കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തെ നല്ല നിലമാക്കണം. വചനത്തിൽ കേൾക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള നിലമായിട്ട് വചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. കളയെല്ലാം വളർന്നിട്ട് ഇടയ്ക്ക് വചനം കയറാനല്ല. എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി, എൻ്റെ ഹൃദയം ദൈവവചനത്തിന് വേണ്ടി, അവൻ്റെ അത്ഭുതത്തിന് വേണ്ടി നല്ല നിലമാക്കി കൊടുത്താൽ 30, 60, 100 മേനി ഫലമാകും. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:10-11 വാക്യം, മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം ആകാശത്തു നിന്നും മഴയും ഹിമവും പെയ്യിക്കുകയാണ്. ആ വരുന്ന ഹിമവും മഴയും മഴയായും ഹിമമായും തിരിച്ചു പോകാതെ ഈ ഭൂമിയിൽ ദൈവം ഇട്ടിരിക്കുന്ന വിത്തുകളെ കിളിർപ്പിക്കാനുള്ള വെള്ളമായിട്ട് അത് രൂപാന്തരപ്പെടും. അവിടെ കിടക്കുന്ന വചനത്തിൻ്റെ വിത്തുകളെ, ആ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതിനെ, ആ വചനത്തെ ദൈവം കിളിർപ്പിക്കുക മാത്രമല്ല, അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ, ആ വചനം
ഫലവത്തായി വിളയിക്കുകയാണ്, വിളവുണ്ടാക്കുന്ന വചനമായി മാറും. ദൈവം എന്തിനൊരു വചനം നിങ്ങളിലേക്ക് അയച്ചോ അതിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ടാകും. അടുത്ത കേട്ടോണം, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിവർത്തിക്കുകയും അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്ന അറിയാമോ? ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? തൻ്റെ ഇഷ്ടം സാധിപ്പിക്കുന്നു. ദൈവം അയക്കുന്ന വചനം അവൻ്റെ ഇഷ്ടം സാധിപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളിലേക്ക് ദൈവം തൻ്റെ വചനം അയക്കുകയാണ്. ആ വചനം നിങ്ങളിൽ കിളിർക്കും. ആ വചനത്തിൻ്റെ ഡെലിവറൻസ് നിങ്ങളിൽ വെളിപ്പെടും. അതിനകത്തുനിന്ന് ദൈവം ആഗ്രഹിച്ച ആ വിടുതലെല്ലാം സംഭവിച്ചിരിക്കും. ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്ന അറിയാമോ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് ഉപജീവന ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ലോകമോഹം കൊണ്ട് വചനത്തെ ഞെരുക്കിക്കളയുന്നുണ്ട്. നമുക്ക് വചനം ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ ചിന്തിക്കുന്നതിന് അറിയാമോ? ഇതൊക്കെ കേട്ടെന്ന് പറഞ്ഞാലും എൻ്റെ പ്രശ്നത്തിന് മാറ്റമില്ല. ഉപജീവന ചിന്ത, ധനത്തിന്റെ വഞ്ചന, ലോകത്തിന്റെ മോഹം, ഇതെല്ലാം കയറിക്കടന്ന് മിക്സാകുക. അതിനകത്ത് ഈ വചനം കിളിർക്കുകയില്ല. അതൊക്കെ ഞെരുക്കും വചനത്തെ. അവിടെയൊക്കെ മാറ്റിയിട്ട് കാരണം ഒരു നല്ല നിലമാക്കി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ ആ വചനം മടങ്ങുള്ളൂ. എന്ന് പറഞ്ഞാൽ വചനം മടങ്ങുകയില്ല, അയച്ച കാര്യം സാധിപ്പിച്ചിരിക്കും. 100 മേനി ഫലമുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. അത് 15 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യമാണ്. കേട്ടോണം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ അകത്ത് വസിക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അത് നടക്കും. അപ്പം ഞാൻ ഈ വചനത്തെ എൻ്റെ നിലം ഞാൻ ഒരുക്കി നല്ല നിലമാക്കി അതിനെ സ്വീകരിച്ചു. ഇനി ആ വചനം എന്നിൽ കിളിർക്കാനായി ഞാൻ വിശ്വസിച്ചു. ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനം വസിക്കുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നിങ്ങൾ കൽപ്പിക്കുന്നത് സംഭവിക്കും. നിങ്ങൾ വരട്ടെ എന്ന് പറയുന്നത് വരും, വേണ്ട എന്ന് പറഞ്ഞ് തടയുന്നത് തടസ്സപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാവിൽ ദൈവം അധികാരം തരികയാണ്. എന്ത് സംസാരിക്കാൻ, ആത്മാവിൽ പ്രവചിക്കാൻ, ആത്മാവിൽ പറയാൻ, അത് സംഭവിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തരും. ആമേൻ. അതെ, ദൈവത്തിൻ്റെ ആജ്ഞ ദൈവം അയച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചന ദൈവം അയച്ചിരിക്കുക. അത് സ്വീകരിച്ചോ, നിങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. യേശുവാണ് വചനം. ആ യേശു നിങ്ങളിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ വചനം അതിവേഗമോടുന്നു. അവൻ്റെ വചനം നീർക്കട്ടകളെ ഉരുക്കുന്നു. അവൻ കാറ്റടിപ്പിച്ച് ഒഴുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യട്ടെ. നിങ്ങളുടെ ഓരോ വിഷയത്തിലും തൻ്റെ വചനം അയച്ച് അവൻ ഉരുക്കേണ്ടതിന് ഉരുക്കട്ടെ. ഒഴുകി വരേണ്ട നന്മകളെ ഒഴുക്കി തരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക. ആ വചനം നിങ്ങളെ വിവേചിക്കും. നിങ്ങളുടെ മാനസികമായ പ്രശ്നത്തെ വിവേചിക്കും, പരിഹാരം നൽകിത്തരും. ആ സന്ധി മജ്ജകളിൽ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലും. റേഡിയേഷൻ ചെയ്താൽ എത്താത്ത സ്ഥലത്ത്, സ്കാനിങ് നടത്തിയാൽ, MRI സ്കാൻ നടത്തിയാൽ, ലേസർ സ്കാനിങ് നടത്തിയാൽ ഒന്നും എത്താത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരും. ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെ വിവേചിക്കുന്ന മെഷീനാണ് ലോകത്തിൽ. മെഷീനില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം സ്കാൻ ചെയ്യും. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അതെ, ആ വചനം അയക്കും. അത് അയച്ച കാര്യം സാധിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. പ്രിയ കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം അയക്കുന്ന വചനത്തിനായി സ്തോത്രം. അവർ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധി പർവ്വതം പോലെ നിൽക്കുന്നതിന് ഇടിച്ചു നിരത്തുവാനും, കോട്ട പോലെ നിൽക്കുന്നതിനെ ഉടച്ചു കളയുവാനും, കർത്താവ് നീർക്കട്ടയായി നിൽക്കുന്നതിനെ ഉരുക്കി കളയുവാനും നിന്റെ വചനത്തിൻ്റെ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഈ ഹൃദയങ്ങളിൽ ചെല്ലട്ടെ. നല്ല നിലമായ ഹൃദയത്തിൽ അത് വളരട്ടെ. ദൈവികമായ ഫലമാകട്ടെ. ഈ മക്കൾ പറയുന്നത് നടക്കുവാൻ, ഇവർ വിശ്വസിക്കുന്നത് സംഭവിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവർത്തിക്കാൻ ഞാൻ സമർപ്പിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. അവിടുന്ന് പറഞ്ഞതുപോലെ ഈ മക്കൾക്ക് വേണ്ടി ദൈവം വേഗത്തിൽ കർത്താവേ ചിലത് ഉരുക്കിക്കളഞ്ഞിട്ട് അവൻ ദൈവിക നന്മകളെ ഒഴുക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. പതിവ് പോലെ ഈ പ്രഭാത സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം.
God bless you. Have a wonderful day.